എക്സാമിന് ചോദിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കുക, നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. യെസ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനലൈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ലങ്സ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. എന്താണ് ശ്വാസകോശത്തിന്റെ ഒരു സവിശേഷതയാണ് ചുവടെ നൽകിയിട്ടുള്ള വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് കേട്ടോ. Bronchioles, the terminal branches of bronchi which enter the lungs, end in millions of alveoli. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്ന ശ്വസനിയുടെ അഗ്രശാഖകളായ ശ്വസനികകൾ തുറക്കുന്നത് ദശലക്ഷക്കണക്കിന് വായു അറകളിലേക്കാണ്. ഇത്രയും അധികം വായു അറകൾ ഉള്ളത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? വാട്ട് ഇസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഹാവിംഗ് this much number of alveoli? ഒരുപാട് ആൽവിയോളൈ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കടാ? അത്രയും അധികം സർഫസ് ഏരിയ അല്ലെങ്കിൽ ഈ പറയുന്ന ശ്വസന പ്രതലം, സർഫസ് ഏരിയ അല്ലെങ്കിൽ ഏരിയ ഫോർ റെസ്പിറേഷൻ എന്ന് നമുക്ക് പറയാം. ഏരിയ ഫോർ റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസന പ്രതലം എന്ന് പറയുന്നത്, ശ്വസന പ്രതല വിസ്തീർണം എന്ന് പറയുന്നത് കൂടും. ഓക്കെ, ശ്വസന പ്രതല വിസ്തീർണം എന്ന് പറയുന്നത് കൂടും. അപ്പൊ അത്രയും എന്താണ് എഫിഷ്യന്റ് ആയിട്ട്, അത്രയും നന്നായിട്ട് എന്ത് നടക്കും? ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കും. Okay, ഇനി how far is the structure of alveoli suitable for the exchange of respiratory gases? Very important. എങ്ങനെയാണ് ആൽവിയോളസിന്റെ സ്ട്രക്ചർ ഈ ഒരു റെസ്പിറേറ്ററി എക്സ്ചേഞ്ചിനെ സഹായിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ അതിൽ എഴുതണം. ഒന്ന് എന്താണ്? ആൽവിയോളയുടെ വാള്, ആൽവിയോളൈന്റെ വോൾ അഥവാ ഭിത്തി എന്ന് പറയുന്നത് എന്താണ്? ഒറ്റവരി കോശങ്ങളാൽ നിർമ്മിച്ചതാണ്. ഒറ്റവരി കോശങ്ങൾ അഥവാ ഒരു സിംഗിൾ ലെയർ ഓഫ് സെല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പോയിന്റ് ഒന്ന്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? വോളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? മോയ്സ്ചർ അഥവാ ഈർപ്പം കാണാനായിട്ട് സാധിക്കും. ഈ പറയുന്ന ആൽവിയോളസിന്റെ വോളിൽ എന്തുണ്ടായിരിക്കും? ഈർപ്പം അഥവാ മോയ്സ്ചർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് കൃത്യമായിട്ട് നടക്കുന്നു. അടുത്തതിലേക്ക് പോവാം. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഗിവ് റീസൺ. പ്രസ്താവന വിശകലനം ചെയ്ത് കാരണം എഴുതുക. ഇമ്പോർട്ടന്റ് ആണ്. അവോയ്ഡിങ് ടൈംലി യൂറിനേഷൻ അഫക്ട് അവർ ബോഡി. കൃത്യസമയത്ത് യഥാസമയം മൂത്രം ഒഴിക്കാതിരിക്കുന്ന ശരീരത്തെ ദോഷകരമായിട്ട് ബാധിക്കും. കാരണം എന്താണ്? മൂത്രം ഒഴിക്കുന്ന സമയത്ത് അഥവാ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്താണ് എന്ത്? നമ്മുടെ മൂത്രപഥത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന യൂറിനറി ട്രാക്റ്റിലുള്ള പലതരത്തിലുള്ള ബാക്ടീരിയകളെ എന്ത് ചെയ്യുന്നത്? ബാക്ടീരിയനെ പുറത്തേക്ക് കളയുന്നത്. ഓക്കെ, പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? യൂറിനേഷനിലൂടെയാണ്. അപ്പൊ നമ്മൾ കൃത്യസമയത്ത് മൂത്രം ഒഴിക്കാതിരുന്നു കഴിഞ്ഞാൽ, യൂറിനേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ എന്തുണ്ടാക്കും? ഈ ബാക്ടീരിയ ഇൻഫെക്ഷൻ അഥവാ അണുബാധ ഉണ്ടാക്കുന്നു. അപ്പോ എന്താണ്? നമുക്ക് പ്രശ്നമായി, നമ്മുടെ ശരീരത്തിന് മോശമായിട്ട് ബാധിച്ചു. യെസ്, അതുകൊണ്ടാണ് കൃത്യസമയത്ത് മൂത്രം ഒഴിക്കണം എന്ന് പറയുന്നത്. Analyze the instances given below and answer the questions. Dough rises when yeast is added. എന്താണ്? ഈസ്റ്റ് ചേർത്ത മാവ് പുളിച്ചു പൊങ്ങുന്നു. കാരണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി പേശി കോശങ്ങളിൽ ലാക്ടിക് ആസിഡ് രൂപപ്പെടുന്നു. ലാക്ടിക് ആസിഡ് is formed in muscle cells. Name the type of respiration that takes place during the instances given above. എന്ത് തരത്തിലുള്ള റെസ്പിറേഷൻ ആണ് ഈ രണ്ടെണ്ണത്തിലും? മാവ് പുളിച്ചു പൊന്തുന്നതായിക്കോട്ടെ, ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ മസിൽ സെല്ലുകളിൽ അഥവാ നമ്മുടെ ഈ പറയുന്ന പേശി കോശങ്ങളിൽ അല്ലെ, പേശി കോശങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? ലാക്ടിക് ആസിഡ് രൂപപ്പെടുന്നതിനുള്ള കാരണം എന്താണ്? ഒരൊറ്റ കാരണമാണ്. അവിടെ നടക്കുന്ന റെസ്പിറേഷൻ എന്താണ്? അനെയ്റോബിക് റെസ്പിറേഷൻ ആണ്. അനെയ്റോബിക് റെസ്പിറേഷൻ ആണ് നടക്കുന്നത്. ഒന്നാമത്തെ സന്ദർഭത്തിൽ ശ്വസന ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏവ? എന്താണ്? നെയിം ദ പ്രോഡക്ട്സ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ്. ആദ്യത്തെ റെസ്പിറേഷൻ എന്ന് പറയുന്നത് എന്താണെടാ? ആൽക്കഹോൾ ഫെർമെന്റേഷൻ ആണ്. ആൽക്കഹോൾ ഫെർമെന്റേഷൻ നടക്കുമ്പോൾ എന്താണ് നടക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും ആൽക്കഹോളും ഉണ്ടാവുന്നു. ആൽക്കഹോൾ ഫെർമെന്റേഷൻ നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ആൽക്കഹോളുമാണ് ഉണ്ടാവുന്നത്. Give reason for the occurrence of this process during the second instance. എന്തുകൊണ്ടാണ് മസിൽ സെല്ലുകളിൽ ലാക്ടിക് ആസിഡ് ഉണ്ടാവുന്നത്? നമ്മൾ എന്തെങ്കിലും സ്ട്രെനുവസ് ആയിട്ടുള്ള വളരെയധികം വലിയ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുക, ഓട് ചാട് കളിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമ്മൾ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? നമുക്ക് വേണ്ടത്ര ഓക്സിജൻ കിട്ടാതെ വരും. നമ്മുടെ കോശങ്ങൾക്ക് അഥവാ സെല്ലുകൾക്ക് ഓക്സിജൻ കിട്ടാതെ വരുന്നു. അങ്ങനെ ഓക്സിജൻ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മസിൽ സെല്ലുകൾ അഥവാ ഈ പറയുന്ന പേശി കോശങ്ങൾ എന്ത് ചെയ്യും? വേഗം ഏത് റെസ്പിറേഷനിലേക്ക് മാറും? നമ്മൾ നേരത്തെ പറഞ്ഞ അനെയ്റോബിക് റെസ്പിറേഷനിലേക്ക് വേഗം തന്നെ മാറും. അങ്ങനെ അനെയ്റോബിക് റെസ്പിറേഷൻ നടന്നിട്ട് എന്ത് സംഭവിക്കും? അവിടെ ലാക്ടിക് ആസിഡ് രൂപപ്പെടും. അപ്പോൾ ധാരാളമായിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോശങ്ങൾക്ക് ഓക്സിജൻ ലഭ്യത കിട്ടാതെ ഇരിക്കും. അപ്പോൾ നമുക്ക് അത്ര എനർജി ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യും? വേഗം അതിൽ നിന്ന് അനെയ്റോബിക് റെസ്പിറേഷനിലേക്ക് മാറി എന്തിനെ ഉണ്ടാക്കും? ലാക്ടിക് ആസിഡിനെ ഉണ്ടാക്കുന്നു. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാളത്തെ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണിത്. അറേഞ്ച് കോളംസ് ബി ആൻഡ് സി സ്യൂട്ടബിളി ഇൻ അക്കോർഡൻസ് വിത്ത് കോളം എ. ഓക്കെ,
ABC തന്നിട്ടുണ്ട്, എൻഡോസ്കെലിട്ടൺ, ഹൈഡ്രോസ്കെലിട്ടൺ, എക്സോസ്കെലിട്ടൺ. ഇതിൽ എൻഡോസ്കെലിട്ടൺ എന്ന് പറയുന്നത് എന്താണ്? ഇതിനാണ് നമ്മുടെ കാർട്ടിലേജും ബോണും ഒക്കെ ഉള്ളത്. അത് ആരിലാണ് കാണാൻ പറ്റുന്നത്? നമ്മുടെ മനുഷ്യരിലാണ് കാണാൻ പറ്റുന്നത്. ഇനി അടുത്തത് ഏതാണ്? ഹൈഡ്രോസ്കെലിട്ടൺ എന്ന് പറയുമ്പോൾ ഹൈഡ്രോ, ആ പേരിൽ തന്നെ ഉണ്ട്, ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ചേംബേഴ്സ് അഥവാ എന്താണ്? ദ്രവം നിറഞ്ഞിരിക്കുന്ന അറകളാണ്. ഇത് നമുക്ക് ആരിലാണ് കാണാൻ പറ്റും? നമ്മുടെ മണ്ണിരയിലൊക്കെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഇനി അടുത്തതാണ് ബാഹ്യ അസ്ഥികൂടം എന്ന് പറയുന്നത് അഥവാ എക്സോസ്കെലിട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മേജർ ആയിട്ട് എന്താണ്? കാൽഷ്യം കാർബണേറ്റും കൈറ്റിനും ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് ആരിലാണ് കാണാൻ പറ്റുക? ക്രാബ് അല്ലെങ്കിൽ മസിൽസിലൊക്കെ അല്ലെ, ഞണ്ടിലും കക്കയിലൊക്കെയാണ് നമുക്ക് ഈ ഒരു ബാഹ്യ അസ്ഥികൂടം കാണാനായിട്ട് പറ്റുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അനലൈസ് ദ ഇല്ലസ്ട്രേഷൻ റിലേറ്റഡ് ടു ദി എക്സ്പൾഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. യെസ്, എന്താണ്? നമുക്ക് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, ചിത്രീകരണം തന്നിട്ടുണ്ട്. 1ഉം 2ഉം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, 1ഉം 2ഉം നമുക്ക് പൂർത്തിയാക്കാം. ഒന്ന് എന്താണ്? നമുക്കറിയാം ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് 3 രീതിയിലാണ് പോവുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. 3 രീതിയിലാണ് പോവാന്ന് പറഞ്ഞു. ഒന്ന് എന്താണ്? ഒന്ന് ഹീമോഗ്ലോബിനുമായി കൂടി ചേർന്നിട്ട് കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ടായിരിക്കും പോവുക. കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. യെസ്, ഒരു 23% അങ്ങനെ പോകും. ഒരു 7% എന്താണ്? ഡിസോൾവ്ഡ് ഇൻ പ്ലാസ്മ വാട്ടർ അഥവാ പ്ലാസ്മ ജലത്തിൽ ലയിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബാക്കി ഒരു 7% പോകുന്നത്. 70% എന്തിന്റെ രൂപത്തിലായിരിക്കും? RBCയിലുള്ള ജലത്തിൽ ലയിച്ച് ബൈകാർബണേറ്റുകളായിട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. യെസ്, അപ്പൊ ഇത് എഴുതുക. അത് കഴിഞ്ഞിട്ട് 2ഉം 3ഉം വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഇപ്പുറത്തും ആദ്യം 7% എഴുതുക, പിന്നെ എന്ത് ചെയ്യുക? 23% എഴുതുക, പിന്നെ 70% എന്നാണല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത് 2 കേട്ടോ, ഇത് 2. അപ്പൊ 2 വിശദീകരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ എന്താ? ഹീമോഗ്ലോബിനുമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കൂടി ചേർന്നിട്ട് കാർബമിനോ ഹീമോഗ്ലോബിൻ ആവുന്നു. യെസ്, ഇനി അതേപോലെ ബൈകാർബണേറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? RBCയിലുള്ള അരുണ രക്താണുക്കളിലുള്ള ജലവുമായിട്ട് ലയിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബൈകാർബണേറ്റുകൾ രൂപപ്പെടുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാതിരുന്നാൽ അത് ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു? വാട്ട് വിൽ ഹാപ്പൻ ടു ദ ബോഡി ഇഫ് ദ എക്സ്പൾഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് കൃത്യമായിട്ട് പുറന്തള്ളിയിട്ടില്ലെങ്കിൽ നമ്മുടെ കോശത്തിനകത്തും പുറത്തും ഒക്കെയുള്ള വാട്ടറുമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? ലയിച്ചിട്ട് എന്തുണ്ടാക്കും? കാർബോണിക് ആസിഡ് ഉണ്ടാക്കും. ഈ കാർബോണിക് ആസിഡ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അസിഡിറ്റി കൂടി അല്ലെ, നമ്മുടെ ശരീരത്തിനകത്തുള്ള അസിഡിറ്റി കൂടി കഴിഞ്ഞാൽ അത് എന്തിനെ ബാധിക്കും? നമ്മുടെ ശരീരത്തിന്റെ ഹോമിയോസ്റ്റാസിസ് അഥവാ നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റ്, നമ്മുടെ ആന്തര പരിസ്ഥിതിയെ അത് ബാധിക്കുന്നു. ഓക്കെ, നമ്മുടെ ആന്തര പരിസ്ഥിതി അത് എന്ത് ചെയ്യും? അത് തകിടം മറിക്കും. ആന്തര പരിസ്ഥിതി അത് ദോഷകരമായിട്ട് ബാധിക്കും എന്നുള്ളത് എഴുതുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Components of a fluid collected in the capsular space of Bowman's capsule are given in the box. Analyze them and answer the questions. എന്താണ്? നെഫ്രോണിലെ കാപ്സുലാർ സ്പേസിലേക്ക് ശേഖരിക്കപ്പെടുന്ന ഒരു ദ്രാവകത്തിലെ ഘടകങ്ങൾ ബോക്സിൽ നൽകിയിരിക്കുന്നു. ഇവ വിശകലനം ചെയ്ത് ചോദ്യത്തിന് ഉത്തരം എഴുതണം. ജലമുണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, അമിനോ ആസിഡ് ഉണ്ട്, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, അയോണുകൾ, വിറ്റാമിനുകൾ, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ ഇതൊക്കെ ഉണ്ട്. യെസ്, ഈ ദ്രാവകം ഏതാണ്? ഇത് രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ദ്രാവകം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം എന്താണ്? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആണ് ആ ദ്രാവകം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് രൂപപ്പെടുന്നത്? അഫറന്റ് വെസലും അതുപോലെ തന്നെ ഇഫറന്റ് വെസലിന്റെയും ഇഫറന്റ് വെസലിന്റെയും ഡയമീറ്ററിൽ ഉണ്ടാവുന്ന വ്യത്യാസം അഥവാ വ്യാസം, വ്യാസത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസം കാരണമാണ് എന്ത് നടക്കുന്നത്? ഗ്ലോമറൂലസിൽ ആ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്. ചൂസ് ദ കോമ്പണൻസ് വിച്ച് ആർ നോട്ട് പ്രസന്റ് ഇൻ യൂറിൻ. യൂറിനിൽ നമുക്ക് കാണാൻ പറ്റാത്തതാണ് ഏത്? നമ്മുടെ ഗ്ലൂക്കോസും നമുക്ക് കാണാൻ പറ്റില്ല. ഗ്ലൂക്കോസും അമിനോ ആസിഡുകളെ നമുക്ക് എവിടെ കാണാൻ പറ്റില്ല? യൂറിനിൽ കാണാൻ പറ്റില്ല. വാട്ട് ഇസ് ദ റീസൺ ഫോർ ദ ആബ്സെൻസ് ഓഫ് ദീസ് കോമ്പണൻസ്? ഈ ഘടകങ്ങൾ മൂത്രത്തിൽ കാണാത്തതിന് കാരണം എന്താണ്? കാരണം അവിടെ മറ്റൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ പ്രോസസ്സാണ് എന്ത്? റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. റീഅബ്സോർപ്ഷൻ അഥവാ പുനരാകിരണം എന്ന് പറയുന്നത്. ഓക്കെ, റീഅബ്സോർപ്ഷൻ അഥവാ പുനരാകിരണം നടക്കുമ്പോൾ എന്ത് ചെയ്യും? ആദ്യം ഗ്ലൂക്കോസ് പുറത്തേക്ക് വന്നു, ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ ഈ പറയുന്ന ഗ്ലൂക്കോസ് വന്നു. പക്ഷെ അങ്ങനെ പോകുമ്പോഴാണ് ബ്ലഡിന് തോന്നിയത് അയ്യോ എനിക്ക് ആവശ്യമുണ്ടായിരുന്ന ഗ്ലൂക്കോസിനെ ഞാൻ പറഞ്ഞു വിട്ടല്ലോ എന്ന് കരുതി എന്ത് ചെയ്യും? നമ്മുടെ റീനൽ ട്യൂബ്യൂളിൽ എത്തുമ്പോൾ, വൃക്കാനളികയിൽ എത്തുമ്പോൾ തിരിച്ച് എന്ത് ചെയ്യും? അതിനെ റീഅബ്സോർബ് ചെയ്യും, പുനരാകിരണം ചെയ്യും. അതുകൊണ്ടാണ് യൂറിനിൽ അതിനെ കാണാത്തത്.
Very important question. Provide appropriate headings and tabulate the information given in the box suitably. ATP, oxygen എന്നുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ എഴുതുക ഇതെന്താണ് നമ്മുടെ സെല്ലുലാർ റെസ്പിറേഷനിലെ രണ്ട് ഫേസുകളായിട്ടുള്ള ഗ്ലൈക്കോളിസിസും glycolysis and Krebs cycle ആണ്. Krebs cycle. ഓക്കെ, ഇതിൽ ഏതാണ് ഗ്ലൈക്കോളിസിസ് ഏതാണ് ക്രെബ്സ് സൈക്കിൾ നമുക്ക് നോക്കാം. 28 ATP തന്മാത്രകൾ ലഭ്യമാകുന്നത് എവിടെയാണ്? ക്രെബ്സ് സൈക്കിളിലാണ്. പൈറുവിക് ആസിഡ് ഉണ്ടാവുന്നത്, പൈറുവിക് ആസിഡ് രൂപപ്പെടുന്നത് ഗ്ലൈക്കോളിസിസിലാണ്. മൈറ്റോകോൺട്രിയയിൽ നടക്കുന്നത് ആരാണ്? ക്രെബ്സ് സൈക്കിളാണ്. ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് എവിടെയാ? സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യത്തിലാണ്. ഓക്സിജൻ ആവശ്യമില്ല. ഗ്ലൈക്കോളിസിസിൽ നമുക്ക് എന്ത് ആവശ്യമില്ല? ഓക്സിജൻ ആവശ്യമില്ല. ഫസ്റ്റ് സ്റ്റെപ്പാണ്. 2 ATP തന്മാത്രകളെ ഉണ്ടാവുന്നുള്ളൂ. അതും ഏതാണ്? ഗ്ലൈക്കോളിസിസ് ആണ്. പൈറുവിക് ആസിഡ് വിഘടിക്കുന്നത്, പൈറുവിക് ആസിഡ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആവുന്നത് ഏതിലാണ്? ക്രെബ്സ് സൈക്കിളിലുമാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഹെഡിങ് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതി ആ ടേബിൾ നിങ്ങൾ വരയ്ക്കുക, ആ ടേബിളിലേക്ക് എഴുതിയിട്ടാൽ മതി കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാം. യെസ്, ആൻഡ് അതേപോലെ തന്നെ എന്താണ്, ഈ ഫ്രണ്ട്സിന്, നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അല്ലേ? ഇപ്പൊ എക്സാം നാളെ എഴുതാൻ പോകുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ, നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും ഒക്കെ എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം കുറേ വീഡിയോസ് ഇങ്ങനെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കിട്ടണ്ടേ? അപ്പോൾ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ഒരു നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് ഓൺ ആക്കിയിട്ട് ഇടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറക്കരുത്, മാരത്തോണിലേക്ക് എത്തണം. മാരത്തോണിൽ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്ക് അവിടെ വെച്ച് കാണാം. ടിൽ ദെൻ ബൈ.